ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രലോഭനം. നമുക്കെല്ലാവർക്കും പ്രലോഭനമുണ്ട്. ഈ ലോക ജീവിതത്തിൽ പ്രലോഭനമില്ലാത്ത ആരും തന്നെ ഇല്ല. പിശാച് ലോകത്തിലുള്ള സകലരെയും പ്രലോഭിപ്പിക്കുന്നുണ്ട്. എബ്രായർക്കെഴുതിയ ലേഖനം 4:15 പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് ആര്? ഈശോ. എല്ലാ കാര്യങ്ങളിലും എന്നെയും നിങ്ങളെയും പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് ഈശോ. പക്ഷേ വചനം പറയുന്നു, അവൻ പാപം ചെയ്തില്ല. പാപമൊഴികെ എല്ലാറ്റിലും നമ്മെ പോലെ സമനായിരുന്നു അവൻ. എന്ന് പറഞ്ഞാൽ പ്രലോഭനങ്ങളിലും പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഒക്കെ അവൻ നമ്മെ പോലെ, യേശു നമ്മെ പോലെ സമനായിരുന്നു. ഇനി ഇവിടെ യേശുവിന്റെ പ്രലോഭനം കാണാൻ പോവാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. പ്രലോഭനങ്ങളെ കുറിച്ച്, 3 പ്രലോഭനങ്ങളെ കുറിച്ച് വളരെ ആഴമായ രീതിയിൽ യേശു എങ്ങനെ അതിനെ നേരിട്ടുവെന്നും പിശാച് പറയുമ്പോൾ അതിനെ വചനം കൊണ്ട് എങ്ങനെ അതിജീവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രലോഭനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. സുവിശേഷം 4-ാം അധ്യായം ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. അതിനെങ്ങനെയാണ് പറയുന്നത്? പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഒന്ന്, നയിച്ചത് പരിശുദ്ധാത്മാവിനാലാണ്. ദൈവം തന്നെയാണ് പ്രലോഭനത്തിനും പരീക്ഷണങ്ങൾക്കും പിശാചിന് എന്നെയും നിങ്ങളെയും മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതും വിട്ടുകൊടുക്കുന്നതും. ദൈവം ആരെയും പ്രലോഭിപ്പിക്കുന്നില്ല. ശ്രദ്ധിക്കുക, പ്രലോഭകൻ പിശാചാണ്. പക്ഷേ ദൈവം നമ്മെ പ്രലോഭനത്തിന്, പിശാചിനാൽ പ്രലോഭിപ്പിക്കപ്പെടാൻ വിട്ടുകൊടുക്കും. യാക്കോബ് ശ്ലീഹ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ദൈവം ആരെയും പ്രലോഭിപ്പിക്കുന്നില്ല. പ്രലോഭിപ്പിക്കുന്നത് പ്രലോഭകൻ പിശാചാണ്, പക്ഷെ പ്രലോഭനത്തിന് അനുവദിക്കുന്നു എന്നേ ഉള്ളൂ. എന്നെയും നിങ്ങളെയും, യേശുവിനെ പോലും പരിശുദ്ധാത്മാവ് പ്രലോഭിപ്പിക്കാനാണ്, ദൈവത്തിന്റെ ആത്മാവ് പ്രലോഭനത്തിനായി മരുഭൂമിയിലേക്ക് വിട്ടുകൊടുത്തു. അങ്ങനെയെങ്കിൽ എന്നെയും നിങ്ങളെയും യേശുവിനെ പ്രലോഭനത്തിന് വിട്ടുകൊടുത്ത അതേ ദൈവം നമ്മളെയും പ്രലോഭിപ്പിക്കപ്പെടാൻ പ്രലോഭനത്തിന് വിട്ടുകൊടുക്കും. പരിശുദ്ധാത്മാവ് നമ്മെ പ്രലോഭനത്തിന് അനുവദിക്കും. അപ്പൊ ദൈവം പ്രലോഭനം അനുവദിക്കുന്നത് നമ്മുടെ നന്മയ്ക്കാണ്. എന്ന് പറഞ്ഞാൽ ദൈവം അനുവദിക്കുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്കാണ്. യാക്കോബ് ശ്ലീഹ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ദൈവം ആരെയും പ്രലോഭിപ്പിക്കുന്നില്ല. പ്രലോഭിപ്പിക്കുന്നത് പ്രലോഭകൻ പിശാചാണ്, പക്ഷെ പ്രലോഭനത്തിന് അനുവദിക്കുന്നു എന്നേ ഉള്ളൂ. എന്നെയും നിങ്ങളെയും, യേശുവിനെ പോലും പരിശുദ്ധാത്മാവ് പ്രലോഭിപ്പിക്കാനാണ്, ദൈവത്തിന്റെ ആത്മാവ് പ്രലോഭനത്തിനായി മരുഭൂമിയിലേക്ക് വിട്ടുകൊടുത്തു. ദൈവം അനുവദിക്കുന്നതെല്ലാം എന്റെയും നിങ്ങളുടെയും നന്മയ്ക്കാണ്. ദൈവം അനുവദിക്കുന്നതെല്ലാം. അപ്പോ ദൈവം നമ്മെ പ്രലോഭന വിധേയരാക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ പിശാചിനാൽ പ്രലോഭിപ്പിക്കപ്പെടാൻ വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ, പറ, അത് നല്ലതിനാണോ ചീത്തയ്ക്കാണോ? അത് നന്മയാണ്, നല്ലതിനാണ്. കാരണം ദൈവം ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം നന്മയ്ക്കായിട്ടാണ്.